30 വർഷത്തോളമായി മലിനമായി കിടന്നിരുന്ന ഒരു കുളത്തിന് പുതുശ്വാസം നൽകിയ നല്ല വാർത്തയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ കേരള പ്രണാമം പങ്കുവയ്ക്കുന്നത്. തൃശൂർ അവണൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ കൊളങ്ങാട്ടുകര ദേശത്താണ് പുത്തൻകുളം സ്ഥിതി ചെയ്യുന്നത്. പാഴ്വസ്തുക്കളും ചണ്ടിയും നിറഞ്ഞ് മലിനമായി കിടന്നിരുന്ന കുളവും പരിസരവും അപകടഭീതി ഉയർത്തിയിരുന്നു. എന്നാൽ അവണൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നവീകരിച്ചു. കാടും പടലവും വെട്ടിമാറ്റി ചളിയെടുത്ത് പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ളവ നീക്കം ചെയ്ത് കൈവരി കെട്ടിയപ്പോൾ പുത്തൻകുളം പുതുപുത്തനായി. ഇതിനെല്ലാം വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് വാർഡ് മെമ്പറായ ജിഷ സുബീഷാണ്. വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രഥമ പരിഗണന കുളം നവീകരണമായിരുന്നു. ഓപ്പൺ ജിമ്മും നീന്തൽ പരിശീലന സൗകര്യവും ഉൾപ്പെടുന്ന പ്രൊജക്റ്റാണ് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടതെങ്കിലും പഞ്ചായത്തിന്റെ ഫണ്ട് പരിമിതി മൂലം 10 ലക്ഷം രൂപയാണ് അനുമതി ലഭിച്ചത്. 10 ലക്ഷം കൊണ്ട് പൂർത്തീകരിക്കാവുന്നവ നിർവഹിക്കാനായി. എങ്കിലും ബാക്കിയുള്ള പണികൾക്കായുള്ള ഫണ്ട് അനുവദിക്കുന്നതിനായി പരിശ്രമിക്കും. ഈ പരിസ്ഥിതി ദിനത്തിൽ നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുളം തുറന്നുകൊടുക്കാനായതിൽ സന്തോഷമുണ്ടെന്നും ജിഷ സുബീഷ് പറഞ്ഞു. മുഖം മിനുക്കിയ പുത്തൻകുളത്തിനെ നീന്തൽ പരിശീലന കേന്ദ്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പരിസരവാസികൾ. തോരാമഴ പെയ്തപ്പോൾ കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന പാടശേഖരത്തിലെ മാലിന്യങ്ങൾ ഒഴുകി കുളത്തിലെത്തി. അവയെല്ലാം വാരി വൃത്തിയാക്കുമ്പോൾ ഗ്രാമവാസികൾക്കും ഒന്നേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടി ശരിയാകാനുണ്ട്. പടവുകൾ കെട്ടി പാടത്തേക്കുള്ള മതിൽ സ്വൽപ്പം കൂടി ഉയർത്തിയാൽ നന്നാകുമായിരുന്നു. സായാഹ്ന നടത്തത്തിനൊപ്പം നീന്തൽ എക്സസൈസും കൂടി ഉൾപ്പെടുത്താനായി അവരും തയ്യാറെടുക്കുന്നു. അതെ, പുത്തൻകുളം ഇനിയും നന്നാകട്ടെ. പഞ്ചായത്തും പരിസരവാസികളും ഒന്നിച്ചാവട്ടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.